കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ? ലവ് ജിഹാദ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ ചില സംഘി മാധ്യമങ്ങളിൽ, അതായത് നമ്മുടെ കർമ്മ കക്കൂസ് പോലുള്ള ചാനലുകൾ, നമ്മുടെ ചലം ചാനൽ, ന്യൂസ് 8 എന്ന് പറയുന്ന ചാനലുകളൊക്കെ ഇന്നും നമ്മുടെ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു നടക്കുകയാണ്. അപ്പൊ നമുക്ക് ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലെന്നൊന്ന് നോക്കണം. അതിനു മുമ്പ് നിങ്ങൾ ഈ വാർത്ത ഒന്ന് കേട്ടോളൂ. കേരളത്തിൽ വീണ്ടും ലവ് ജിഹാദ് എന്ന ആരോപണം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രതി കഴിഞ്ഞ നിരവധി കാലങ്ങളായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ഒടുവിൽ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോൾ മറ്റൊരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയുമായി ഒളിച്ചോടുകയുമാണ് എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കോഴിക്കോട് കൂടരഞ്ഞി കക്കടാംപൊയിൽ സ്വദേശി ഷാഹുലിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. കേരളത്തിൽ ഈ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞാലൊന്നും നമ്മൾ വിശ്വസിക്കത്തില്ല. കേരളത്തിൽ ലവ് ജിഹാദ് ശക്തമായിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാറിന്റെ കുഞ്ഞാട് വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ നൽകിയിട്ടുള്ള ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ ലവ് ജിഹാദിനെ കുറിച്ചിട്ട് അക്കമിട്ട് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ട് വിശ്വസിക്കാതിരുന്നവരല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും സംസാര വിഷയം കഴിഞ്ഞ കുംഭമേളയിൽ മാല വിറ്റ് നടന്ന ഒരു നാടോടി പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയാലോ, മൊണാലിസ ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചിരിക്കുന്നു. അത് വലിയൊരു വാർത്തയാണ്. ഈ കല്യാണം നടന്നത് നമ്മുടെ കേരളത്തിലാണ്. കാരണം കേരളത്തിലെ ഈ ലവ് ജിഹാദൊക്കെ നടക്കത്തുള്ളു. ഈ കേരളത്തിലെ സർക്കാർ ലവ് ജിഹാദിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പൊ മൊണാലിസ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സെലിബ്രിറ്റി കൂടിയായിട്ടുള്ള ഈ ഒരു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് അമ്പലത്തിൽ പോയി മാലയിട്ട് ഹൈന്ദവ ആചാരപ്രകാരമാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പിന്നെ ഈ പറയപ്പെടുന്ന വരനുണ്ടല്ലോ, ഈ വരന് മുസ്ലിം നാമം മാത്രമേ ഉള്ളൂ, പക്ഷേ പ്രവൃത്തിയിൽ ഇതൊന്നുമില്ല, ഒരു നിരീശ്വരവാദിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഒട്ടകം ഗോപാലൻ ചീക്ക് വല്ലാണ്ട് അങ്ങോട്ട് കുരുപൊട്ടി അങ്ങോട്ട് ഒലിച്ചിട്ടുണ്ട്. കാരണം നിരീശ്വരവാദികൾക്ക് തോന്നിയാസം കാണിക്കാനുള്ള ഇടമല്ല ക്ഷേത്രം എന്നാണ് നമ്മുടെ ഒട്ടകഞ്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വാർത്ത കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കർമ്മ കക്കൂസിലെ മറ്റേ അമ്മായി വന്നിട്ട് എടുത്തിട്ട് അങ്ങോട്ട് അലക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്? കാരണം കേരളത്തിൽ ജാതിക്കും മതത്തിനും അതീതമായി ഇവിടുത്തെ മനുഷ്യനെയാണ് അവർ കാണുന്നത്. ഇപ്പൊ മൊണാലിസ 6 മാസങ്ങൾക്ക് മുമ്പാണ് ഈ പറയപ്പെടുന്ന വരനെ പരിചയപ്പെടുന്നതും. മൊണാലിസ ആദ്യമായിട്ട് ആ വരനോട് ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോഴത്തേക്ക് അത് നിരസിക്കാൻ പുള്ളി തയ്യാറായില്ല. ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വെച്ചാണ് ഇവർ തമ്മിലുള്ള ഒരു പ്രണയം തുടങ്ങുന്നത്. പ്രണയിച്ച് രണ്ടുപേരും കേരളത്തിൽ വന്ന് വിവാഹം കഴിച്ചു. കാരണം ഇത് വടക്കേ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ലവന്മാര് തല്ലി കൊല്ലുവന്നേ, മനസ്സിലായില്ലേ? മൊണാലിസ അല്ല, ഇനി എലിസബത്ത് ആണെങ്കിലും കൊള്ളാം, അവന്മാരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കെട്ടാൻ പോകുന്നത് ഒരു മുസ്ലിം ആണോ എങ്കിൽ കെട്ടിയിട്ട് അടിക്കും, തല്ലിക്കൊല്ലുകയും ചെയ്യും. അത്തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസവും വടക്കേ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഒരുപാട് കണ്ടു. അപ്പൊ ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു മുസ്ലിം സ്ത്രീയും മറ്റേ കല്യാണം കഴിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ഹൈന്ദവനായിരുന്നുണ്ടെങ്കിൽ, ഇത് ക്ഷേത്രത്തിൽ വെച്ച് നടക്കാറുണ്ടെങ്കിൽ ഇന്ന് സംഘികൾ എന്തൊക്കെ പറഞ്ഞു വന്നേനായിരുന്നു. അപ്പൊ ഒരു ലവ് ജിഹാദും ഇല്ല, ഒരമ്മയുടെ നായരും ഇല്ല, ഒരു തേങ്ങാ പിണ്ണാക്കും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്മായിയുടെ ഈ ഒരു കരഞ്ഞുള്ള മെഴുകൾ ഒന്ന് കാണാതെ പോകരുത്. കണ്ടിട്ട് കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. നേരെ വഴിയിലേക്ക്. കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ ഭോസ്ലയുടെ വിവാഹമാണ് ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമാകുന്നത്. ഈ വിവാഹം ക്ഷേത്രത്തിൽ നടത്തിയതിനെതിരെ BJP നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഒരു കുറിപ്പ് കുറിച്ചിട്ടുണ്ട്. നിരീശ്വരവാദികൾക്ക് തോന്നിയവാസം നടത്താനുള്ള ഇടമല്ല കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്നാണ് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ കൃത്യമായും ഉറപ്പിച്ചും പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിരീശ്വരവാദികൾക്ക് എന്ത് തോന്നിയവാസവും കാട്ടാനുള്ള ഇടമാക്കി മാറ്റുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതുകൊണ്ടാണ് ലവ് ജിഹാദിന് വളമൊരുക്കുന്ന ഇടമാണ് എന്ന് കേരളത്തെ വിളിക്കുന്നതെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നുണ്ട്. കുറിപ്പ് വായിക്കാം. ഇസ്ലാം മതത്തിൽപ്പെട്ട മുഹമ്മദ് ഫർമാനും ഹിന്ദു മതത്തിൽപ്പെട്ട മൊണാലിസയുടെയും വിവാഹം പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർത്തിട്ടും അവരെ കേരളത്തിൽ എത്തിച്ച് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിക്കൊടുത്തു എന്ന് ഊറ്റം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് ചോദിക്കാനുള്ളത്, ഒരു മുസ്ലിം പെൺകുട്ടിയും ഹിന്ദു യുവാവും തമ്മിലുള്ള വിവാഹം ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ വെച്ചോ അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ വെച്ചോ നടത്തിക്കൊടുക്കാൻ ശിവൻകുട്ടിക്കും റഹീമിനും MV ഗോവിന്ദനും കഴിയുമോ? കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിരീശ്വരവാദികൾക്ക് എന്ത് തോന്നിയവാസവും കാട്ടാനുള്ള ഇടമാക്കി മാറ്റിക്കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. ഇതുകൊണ്ട് തന്നെയല്ലേ ലവ് ജിഹാദിന് വേദി ഒരുക്കുന്ന ഇടം കേരളമാണ് എന്ന് പറയുന്നത്. 4 വോട്ടിന് വേണ്ടി എന്ത് തെമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കുന്ന ഇടതനും വലതനും. ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവരെ തിരിച്ചറിയുക. ഇന്ന് ഞാൻ, നാളെ നീ, അത്രേ പറയാനുള്ളൂ ഈ വിഷയത്തിലെന്നാണ് പോസ്റ്റിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്.
ഇനി മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ശ്രദ്ധയിൽപ്പെട്ടത് ലക്ഷ്മി കാനാത്തിൻ്റെയാണ്. അതിൽ ലക്ഷ്മി സൂചിപ്പിക്കുന്നതും കേരളം വളരെ ഗുരുതരമായി കാണേണ്ടുന്ന ഒരു വിഷയമാണ് ഇത് എന്നതാണ്. അതിന് കാരണമായിട്ട് ലക്ഷ്മി ചില നിരീക്ഷണങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ വാക്കുകൾ വായിക്കാം. ഇപ്പോൾ ഉറപ്പായി കുംഭമേളയിൽ ഈ സാധനത്തെ മനഃപൂർവ്വം ഇറക്കിയതാണ് എന്ന് വ്യക്തം. കേരള സുഡാപ്പികൾ നേരത്തെ പദ്ധതിയിട്ട പ്ലാൻ തന്നെയാണ് എന്ന് വ്യക്തം. കേരളം ഇതര സംസ്ഥാന ഹിന്ദുക്കൾക്കും സുരക്ഷിതമല്ലാത്ത നാട് എന്നത് വ്യക്തമാകുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ മേത്തൻ മണി എന്നൊരു സംഭവമുണ്ട്. ശ്രീ പത്മനാഭന്റെ കൊടിമരത്തിൽ ഞാൻ എന്റെ കുതിരയെ കെട്ടുമെന്ന് പറഞ്ഞു വന്ന ടിപ്പുവിനെ കാലും വെട്ടി ഓടിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഉള്ളതാണത്. അന്യസംസ്ഥാനത്തെ ഹിന്ദു പെൺകുട്ടികളെ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ അറിവോടെ അല്ലാതെ അന്യമതസ്ഥർ കൊണ്ടുവരുന്ന ഇടമായി കേരളം മാറുന്നത് കേരളത്തിന് അപകടമാണ് എന്നാണ് ലക്ഷ്മി കാനാത്ത് കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് വളരെയധികം വിവാദമാവുകയാണ്. ഒരു യുവാവും ഒരു യുവതിയും വിവാഹം കഴിച്ചതല്ല ഇതിലെ പ്രശ്നം. എന്തുകൊണ്ട് ഇത്തരക്കാരെല്ലാം അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു? അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ നേതാക്കന്മാർ എന്തുകൊണ്ട് തയ്യാറാകുന്നു? ഇതൊക്കെയാണ് പൊതുസമൂഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. അല്ലാതെ ഇപ്പോൾ ഒരു യുവാവും ഒരു യുവതിയും അവർ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ഒരുമിച്ച് ജീവിക്കുന്നതിലല്ല വിഷയം. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയാണ് മൊണാലിസ. മഹാരാഷ്ട്ര സ്വദേശിയാണ് ഫർമാൻ. ഇവർ രണ്ടുപേരും തിരുവനന്തപുരത്ത് അരുമാനൂർ നയനാർ ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹിതരായത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ ഉള്ളവർ വിവാഹത്തിന് സാക്ഷികളായിരുന്നു. വീട്ടുകാർ ഇരുവരുടെയും വിവാഹം എതിർത്തിരുന്നു. തുടർന്ന് വാറിൽ നടക്കുന്ന സിനിമാ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും കഴിഞ്ഞ ദിവസം സഹായം തേടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പിതാവ് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നുവെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് മൊണാലിസ പോലീസിനെ സമീപിച്ചത്. പരാതിയിൽ ഇടപെട്ട പോലീസ് പെൺകുട്ടിയുടെ പിതാവ് ജയ്സിംഗ് ഭോസ്ലെയും സിനിമാ സംഘത്തെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. തുടർന്നാണ് വിവാഹത്തിന് കളമൊരുങ്ങുന്നത്. മൊണാലിസ കേരളത്തിലെത്തി വിവാഹം കഴിച്ചതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. ഇതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊട്ടകും ഗോപാലൻജിയും മറ്റേ സനാതന അമ്മായി ഉണ്ടല്ലോ, സംഗിണിപുത്രിക്ക് ഈ വർഗീയത എന്ന് പറയുന്നത് ലശേഷമില്ല കേട്ടോ. ഫർമാനെ കല്യാണം കഴിച്ച മൊണാലിസിന്റെ ആ ഒരു പഴയ ജീവിതത്തിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അവർ ആ കുംഭമേളയ്ക്ക് വരുന്ന സമയത്ത് മാല വിറ്റ് നടക്കുന്ന ആ ഒരു സമയത്ത് ഒരു ഫോട്ടോഗ്രാഫർ അവരെ കാണുകയും അവരുടെ സൗന്ദര്യം അത് പുറം ലോകത്തേക്ക് അറിയിക്കുകയും പിന്നീട് അവർ വലിയ സെലിബ്രിറ്റി ആയി മാറിയിട്ടുള്ള ഒരു താരമാണ് ഈ മൊണാലിസയുടെ വീട്ടുകാർ ഇപ്പൊ പറയുന്നത് മൊണാലിസയ്ക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല എന്നുള്ളൊരു വാദമായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഫർമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചതാണ് ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നേ, ലവ് ജിഹാദ് ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കർമ്മ കക്കൂസ് സെപ്റ്റി ടാങ്ക് പോലുള്ള ചാനലുകളൊന്നും സമ്മതിക്കത്തില്ലെന്ന്. ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന നമ്മുടെ കേരളമാണെന്നാണ് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരൊറ്റ ഭരണഘടന മാത്രമേ ഉള്ളൂ അല്ലേ? രാജ്യത്തിന്റെ ഏത് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരാൾ സംരക്ഷണം തേടി പോലീസിന്റെ മുമ്പിൽ വന്നാൽ അത് നടത്തി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഒരു നിയമപാലകൻ ഉള്ളത് തന്നെയാണ്. പരസ്പരം അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു, അവർ വിവാഹം കഴിച്ചു. വിവാഹത്തിന് മുമ്പ് നമ്മുടെ നിയമപാലകര് ഈ പെണ്ണിന്റെ വയസ്സൊക്കെ എത്രയാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അതിങ്ങനെ ഒരു വിവാഹം നടത്തി കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് 2 കാസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് നടത്തി കൊടുക്കത്തില്ല എന്ന് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തായാലും അമ്മച്ചിയുടെ ആ ഒരു രോധനവും കരച്ചിലും കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം ഈ മൊണാലിസ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി മാല വിറ്റ് നടക്കുന്ന ഒരു പെൺകുട്ടി ആയിരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവര് ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ ഇത്രത്തോളം വാർത്തയും വരില്ല, ഇത്രയും പ്രാധാന്യം ഉണ്ടാകത്തില്ല. ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ നടക്കുന്നു. ഗോപാലൻജിക്ക് ഉറഞ്ഞു തുള്ളിയത് മൊണാലിസ മുസ്ലിം യുവാവിന് വിവാഹം കഴിച്ചതിന് കൊണ്ടുള്ള ഒരു ഊത്തലാണ്. ആ പയ്യൻ ഒരു മുസ്ലിം ചട്ടക്കൂടി ജീവിക്കുന്നതല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മതമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അറിയാൻ സാധിക്കും. നമ്മുടെ ഹാർപ്പിക് ഹുസൈന്റെയും ജാമിദയുടെയൊക്കെ ആ ഇനമുണ്ടല്ലോ, അതായത് സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളൊക്കെ നമ്മുടെ അമ്മായിയുടെ അണ്ണാക്കിലേക്ക് തിരികെ കയറ്റുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതൊരു എല്ലാവർക്കും ബൈ.